നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ മെത്തേഡാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ആൾജിബ്രായിക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഡൻഷ്യൽ ഫംഗ്ഷൻസിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒരു സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് റൂട്ട് ആണ് ആര്, എക്സ് നോട്ട് എന്ന് പറയുന്നത്. സോ എക്സ് നോട്ട് ബി ആൻ and x naught be an approximate root. അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതായിരുന്നു നമ്മുടെ പോയെങ്കിൽ ഇതാണ് നമ്മുടെ എന്ത് ആക്ച്വൽ റൂട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് എന്ത്, നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ അപ്രോക്സിമേറ്റ് റൂട്ട് ആയിട്ടുള്ള എക്സ് നോട്ട്. അപ്പോൾ ആക്ച്വൽ റൂട്ടും ഇതും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ സപ്പോസ് ആക്ച്വൽ റൂട്ട് എന്ന് പറയുന്ന ആള് x1 ആയിരുന്നു എങ്കിൽ ഈ എക്സ് നോട്ടും x1ഉം തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, സംതിങ് ഉണ്ടായിരിക്കും. ആ സംതിങ് ആളിനെ ഞാൻ എന്ത് പേര് വിളിക്കുന്നു, x1 മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്ന ആളെ ഞാൻ എന്ത് പേര് വിളിക്കുന്നു, എച്ച് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പേര് വിളിക്കുന്നു. അതായത് എക്സ് നോട്ടിനോട് കൂടിയിട്ട് എച്ചിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എന്റെ x1 എന്ന് പറഞ്ഞ് കിട്ടും. x1 എന്ന് പറയുന്ന ആരാണ്, ആക്ച്വൽ റൂട്ടാണ്. x1 is actual root. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും, എഫ് ഓഫ് എക്സ് വൺ എന്തായിരിക്കും, x1 എന്ന് പറയുന്നത് ആക്ച്വൽ റൂട്ട് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്താ, 0 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ടൈലർ സീരീസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ടൈലർ സീരീസിനകത്ത് ഒരു എക്സ്പാൻഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? എഫ് ഓഫ് എക്സ് എന്താ, ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ടൈലേഴ്സ് എക്സ്പാൻഷനോട് ഉപയോഗിച്ച് നോക്കാം. ബൈ ടൈലേഴ്സ് എക്സ്പാൻഷൻ നമുക്ക് എന്താ ഉള്ളത്, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വണ്ണിന് പകരം നമുക്കിപ്പോ എന്ത് എഴുതാം, എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്. അതിനെ ടൈലേഴ്സ് എക്സ്പാൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ്, ബാക്കി ഓർമ്മ വരുന്നുണ്ടോ, എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ കിടക്കുന്നത്, 0 ആണ്, ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തായാലും അപ്രോക്സിമേഷൻ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹയർ ആയിട്ടുള്ള പവേഴ്സ്, അതായത് എച്ചിനെ അവിടെ നിർത്തിയിട്ട് എച്ച് സ്ക്വയർ, എച്ച് ക്യൂബ് എക്സെട്ര, അടുത്ത ടൈം എന്താ, എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട്, അടുത്ത എന്താണ്, എച്ച് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഒമിറ്റ് ചെയ്ത് കളയുവാണ്. അപ്രോക്സിമേഷൻ ആണല്ലോ എന്തായാലും. അങ്ങനെ ഒമിറ്റ് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബാക്കി എന്ത് വരും, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. പിന്നെ ഈ ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ദെൻ എച്ച് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് equal to minus f of x naught. That implies h is equal to minus f of x naught divided by f dash of x naught. Okay? അപ്പൊ h എന്ന് പറയുന്ന ആൾ ആരായിരുന്നു,
ആക്ച്വൽ റൂട്ടും നമ്മുടെ അപ്രോക്സിമേഷൻ എടുത്ത റൂട്ടും തമ്മിലുള്ള ഡിഫറൻസിനല്ലേ നമ്മൾ എച്ച് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ? അതെ. അപ്പോ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്ന ആള്, എക്സ് വൺ എന്ന് പറയുന്ന ആളായിരുന്നു ആക്ച്വൽ റൂട്ട് അല്ലെ? അതിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നേ? എക്സ് നോട്ട്, അതായത് എന്താണ്, അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മളെടുത്ത റൂട്ട്, അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? എച്ച് ആഡ് ചെയ്താൽ പോരെ? മതി. അപ്പൊ നമ്മുടെ എക്സ് വൺ എന്ന് പറയുന്ന ആൾ ആരായിട്ട് മാറും? എക്സ് നോട്ട്. എച്ചിന്റെ വാല്യൂ ഇപ്പൊ എന്താ കിട്ടിയേ? മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്ച്വൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താ വിഷയം വന്നിരിക്കണേ? നമ്മൾ എത്ര പവർ എടുത്തിട്ടുള്ളൂ? എച്ച് വരെയുള്ള പവർ എടുത്തിട്ടുള്ളൂ, കുറച്ച് എന്ത് വന്നിട്ടുണ്ട്? ബാക്കി ആൾക്കാരെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വ്യത്യാസം വരില്ലേ? അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എന്ത് കിട്ടില്ല? എക്സ് വൺ എടുത്തോണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടില്ല? ആ സൊല്യൂഷൻ കിട്ടില്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കണം? ഇതിനെ ഒന്നും കൂടി എന്ത് ചെയ്തോണ്ടിരിക്കണം? റിപ്പീറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിക്കണം. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കണം? അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എക്സ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എങ്ങനെ കിട്ടുന്നുണ്ടാവുക? എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് വൺ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് വൺ. അപ്പൊ എക്സ് ത്രീ എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് ടു ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് ടു. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യണം? ജനറലൈസ് ചെയ്യണം. ജനറലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ്? എക്സ് എൻ ഇസ് ഈക്വൽ ടു, സോറി, എക്സ് എൻ പ്ലസ് വൺ അല്ല വേണ്ടി വരിക. xn plus 1 is equal to xn minus f of xn divided by f dash of xn. ഈ കാണുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. കിട്ടിയോ? അപ്പൊ നമ്മളോട് ഓർത്ത് വെക്കേണ്ട ഫോർമുല ഏതാണ്? xn plus 1 is equal to xn minus f of xn divided by f dash of xn. ഈ ഫോർമുല ഓർത്ത് വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫോർമുല മാത്രം നോട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുസ്തകത്തിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. Using Newton-Raphson method, find the root between zero and 1 of the equation x cube minus 6x plus 4 equal to 0. Correct to 4 decimal places. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x പ്ലസ് 4. ഇവർ തന്നിട്ടുള്ള ഇന്റർവെൽ ഐ എന്ന് പറഞ്ഞ ഇന്റർവെൽ ഏതാ തന്നിരിക്കുന്നത്? 0 എന്ന് പറയുന്ന ആളും 1 എന്ന് പറയുന്ന ആളുമാണ് നമുക്ക് എന്തിരിക്കുന്നത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ എഫ് ഓഫ് 0 നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ കിട്ടുക? 0 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 0 പ്ലസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി എഫ് ഓഫ് 1 എന്തായിരുന്നു? ഞാനിവിടെ 0 എന്നാണ് എഴുതിച്ചേക്കുന്നത്. വൺ ക്യൂബ് മൈനസ് 6 ഇൻറ്റു 1 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പ് വന്നു? ഐ എന്ന് പറയുന്ന ഇന്റർവെൽ നമുക്ക് എന്തെങ്കിലും എടുക്കാം? 0, 1 ആയിട്ട് എടുക്കാം. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് 0ന്റെ വാല്യൂ 4 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് 0 ആവില്ല, അത് അതിന്റെ റൂട്ട് ആവില്ലല്ലോ.
സീറോ ഒരിക്കലും റൂട്ട് ആവില്ല. എഫ് ഓഫ് വണ്ണിന്റെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്? -1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ -1 അതിന്റെ റൂട്ട് ആവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്റർവെല്ലിൽ എന്ത് പറയാൻ വേണമെങ്കിൽ ഓപ്പൺ ഇന്റർവെല്ലിൽ ആക്കിയാലും എന്തില്ല, കുഴപ്പമില്ല. കാരണം റൂട്ട് ഇതിനെ സീറോയിലും വണ്ണിലും ഇല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പുസ്തകത്തിനകത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ എഴുതുന്നു. Therefore, the root lies between 0, 1. ഇതിനകത്ത് പുസ്തകത്തിനകത്ത് അവർ ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. ഇനിയാണ് നമ്മുടെ അടുത്ത മെയിൻ പ്രശ്നം വന്ന് കിടക്കുന്നത്. എക്സ് നോട്ടിനെ എങ്ങനെ ചൂസ് ചെയ്യും? എക്സ് നോട്ടിനെ ചൂസ് ചെയ്ത് പാളി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറെ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് യുക്തിക്ക് അനുസരിച്ചാന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന്. 1 ആകുമ്പോൾ -1 എന്നുള്ള കാര്യം മനസ്സിലായി, 0 ആകുമ്പോൾ 4 എന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ പിന്നെ ഒരു 0.5 ഇട്ട് നോക്കി രണ്ടിനിടയിലുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു ധാരണയിലേക്കൊക്കെ എത്താൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിനകത്ത് വരെ തന്നിട്ടുണ്ട്. എക്സ് നോട്ട് ആയിട്ട് നിങ്ങൾ തൽക്കാലം എടുത്തോളൂ 0.7. അപ്പൊ എക്സ് നോട്ട് 0.7 തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ആവശ്യമുള്ള ഫോർമുല, നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്തായിരുന്നു? x1 is equal to x0 minus f of x0 divided by f dash of x0. അപ്പൊ നമുക്ക് ആദ്യം ഇപ്പൊ x0 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടേക്കാം? f of x0 കണ്ടേക്കാം. അപ്പൊ f of x0 ഒന്ന് കണ്ടിട്ട് പറയൂ. കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിനിമം നിങ്ങൾ എന്ത് എടുക്കേണ്ടി വരും? 5 എങ്കിലും എടുക്കേണ്ടി വരും. ഇവിടുത്തെ കേസിൽ നിങ്ങൾ ആൻസർ എന്ന് പറഞ്ഞാൽ കീ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മോർ ദാൻ 4 എടുത്താലും പ്രശ്നമൊന്നുമില്ല, സോറി മോർ ദാൻ 5 എടുത്താലും കുഴപ്പമൊന്നുമില്ല. മിനിമം നിങ്ങൾ എന്തായാലും 5 എടുത്തേക്കണം, അത്രേ ഉള്ളൂ. എത്ര കിട്ടിയേ? 0.143. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എഫ് ഡാഷ് കണ്ടുവച്ചിട്ടില്ലല്ലോ ഇതേവരെ. അപ്പൊ ആദ്യം എഫ് ഡാഷ് എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കൂ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 6. അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഒന്ന് കണ്ടുപിടിക്കണം. എത്ര കിട്ടിയേ? -4.53. ഓക്കെ. ഇനി നേരെ എന്ത് ചെയ്യണം? ഇത് കൂടി വന്നിട്ട് x1-നകത്ത് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 0.7 മൈനസ് 0.143 ഡിവൈഡഡ് ബൈ -4.53. എന്ത് കിട്ടുന്നുള്ള കാര്യം നോക്കുക. 0.7315. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x1 എന്ന് പറഞ്ഞ ആളെ കിട്ടി. ഇനി അടുത്ത് നമ്മളപ്പോ എന്താ കണ്ടുപിടിക്കേണ്ടത്? x2 is equal to x1 minus f of x1 divided by f dash of x1. അപ്പൊ ആ കാര്യങ്ങൾ ഇനി കണ്ടുപിടിക്കൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയണം? f of x1 എന്താണെന്നുള്ള കാര്യം അറിയണം. f of x1 എന്തായിരുന്നു? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ f dash of x1 എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കുക.
ഇപ്പൊ നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു അൽഗോരിതം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം നിങ്ങൾ എക്സ് നോട്ടിന്റെ വാല്യൂ, അതായത് എന്ത് ടൈപ്പ് ചെയ്യണം അവിടെ? 0.7 എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് ഒരു സം അടിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.7 ആണ്. അപ്പൊ x1 കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ് പിന്നെ വരുന്നത്? 0.7 മൈനസ്, ആദ്യം ഞാൻ എന്താ കൊടുക്കുന്നത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്, എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്, ഇപ്പൊ എക്സ് നോട്ടിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ആൻസർ കിട്ടി. അപ്പൊ പോളിനോമിയൽ മൊത്തത്തിൽ എഴുതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ ആൻസർ ക്യൂബ് പിന്നെന്തായിരുന്നു? -6 ആൻസർ പ്ലസ് 4. ഇത്ര അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? എഫ് ഓഫ് എക്സ് നോട്ടാണ് അടിച്ചു കഴിഞ്ഞത്. അതിനെന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് അടിക്കണം. അപ്പൊ അതിന്റെ കൺസേൺഡ് പോളിനോമിയൽ എന്താണ് വരുന്നത്? 3x² എന്ന് പറയുമ്പോൾ 3 ആൻസർ സ്ക്വയർ, ബാക്കി എന്താ വരണേ? -6. അപ്പൊ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, അടുത്ത ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഇനി എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സം അടിച്ചു കഴിഞ്ഞാൽ x1 x2 x3 x4 x5 എന്ന് പറഞ്ഞല്ലേ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ഇനി നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ എന്താണ്? ബേസിക്കലി കിട്ടുന്നത് x1 ആണ്. അപ്പൊ നിങ്ങളുടെ പുതിയ ആൻസർ എന്ന് പറഞ്ഞ ആൾ ഇപ്പൊ ആരാ? x1 ആണ്. അപ്പൊ അടുത്ത സം അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? x2 കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാലോ. അപ്പോ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ ആ കിട്ടുന്ന ആൻസറിനെ അങ്ങ് എഴുതി വെക്കാം. ഈ ആൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്ന റീസൺ ആവശ്യമുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക, ഇല്ലെങ്കിൽ സാധാ ചെയ്യുന്ന പോലെ തന്നെ എഴുതി ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ നെഗറ്റീവ് റൂട്ട് ഓഫ് x³ - 2x + 5 = 0. Correct to 3 decimal places. ഇനി എഫ് ഓഫ് എക്സ് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 2x + 5. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ. പക്ഷെ ഇവിടെ എന്താ ഒരു വ്യത്യാസം ഉള്ളത്? നമ്മൾ സാധാരണ പോസിറ്റീവ് റൂട്ടാണ് കാണാറ്. ഇവിടെ എന്താ കണ്ടുപിടിക്കണത്? നെഗറ്റീവ് റൂട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എഫ് ഓഫ് എക്സിന്റെ നെഗറ്റീവ് റൂട്ട് എന്ന് പറയുന്നതും എഫ് ഓഫ് -എക്സിന്റെ പോസിറ്റീവ് റൂട്ട് എന്ന് പറയുന്നതും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എഫ് ഓഫ് -എക്സിന്റെ പോസിറ്റീവ് റൂട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളതാക്കി മാറ്റാം നമ്മുടെ പ്രോബ്ലം. അപ്പൊ -f of x എന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാം. അപ്പൊ -f of x എന്താണ്? സോറി, എഫ് ഓഫ് -x എന്ന് പറയുന്ന ആൾ എന്താണ്? എക്സ് കിടക്കുന്നിടത്തൊക്കെ എന്ത് വരും? മൈനസ് വരും. -x³ - 2 × -x + 5. അതെന്ന് പറഞ്ഞപ്പോ എന്താണ്? -x³ + 2x + 5. ശരിയായില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ g of x ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതായിരുന്നു? -x³ + 2x + 5. അപ്പൊ ബൈ ട്രയൽസ് നമുക്കിപ്പോ എന്ത് കിട്ടി? g(2) = 1 ഉം g(3) = -16 ഉം കിട്ടി. അപ്പൊ നമ്മുടെ റൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെൽ ഏതാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. 2
2ഉം 3യുമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി കുറച്ചും കൂടി പ്രിസൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ 2, 3 ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ചെയ്തിക്കോളൂ. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ ഏതാണ്? therefore റൂട്ട് ലൈസ് ഇൻ ബിറ്റ്വീൻ 2 and 3. അതൊക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനിടയിലുള്ള നല്ലൊരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഏതാ ചൂസ് ചെയ്യാൻ പോകുന്നത്? x0 എന്ന് പറയുന്ന ആളെ. ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ 2 ആണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തീർന്ന് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 2 എടുത്തു നോക്കാം. അപ്പൊ x0 ആയിട്ട് നമ്മൾ എന്തെടുത്തു? 2 ആയിട്ട് എടുത്തു. അപ്പോൾ f of x, സോറി ഇപ്പൊ f അല്ല, എന്താണ്? g ആണ്. g of x0 എന്താണ്? കണ്ടുപിടിക്കൂ. -2 cube plus 2 into 2 plus 5. എത്രയാ? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. കാരണം അതാണ് നമ്മുടെ g of 2 ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? g dash of x ആദ്യം കണ്ടുപിടിക്കണം. എന്തായിരുന്നു g dash? -3x square plus 2. അപ്പോ g dash of x0 equal to g dash of 2, which is equal to -3 2 square plus 2 minus 10. അപ്പൊ നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? x1 നമുക്ക് കണ്ടുപിടിക്കാം. സോ x1 എന്ന് പറയുന്ന ആൾ എന്താണ്? x0 minus g of x0 divided by g dash of x0. ഒന്നുകിൽ നിങ്ങൾക്ക് അൽഗോരിതം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ ടൈപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കി ചെയ്യാം. അപ്പൊ പെട്ടെന്ന് പണി കഴിയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ x1ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടി 2.1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? g of x1 എന്താന്നുള്ളത് കണ്ടുപിടിക്കുക. g of x2, സോറി g dash of x1 എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് കൊടുക്കുക? x2 equal to x1 minus g of x1 minus g dash of x1. എന്ത് കിട്ടും? കിട്ടിയാ പറയൂട്ടോ. 2. നമുക്ക് x2 2.0945 കിട്ടി. ഇനി x3 കാണാം. അപ്പം എന്ത് ചെയ്യണം? x2 മൈനസ് g of x2 മൈനസ് g dash of x2. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണമായിരുന്നു? g of x2 എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. g dash of x2 എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. എന്താ നമുക്ക് കിട്ടുക? x3 2.0945. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? അപ് ടു 4 ഡിജിറ്റ് വരെ എന്താണ്? കറക്റ്റ് ആണ്. നമ്മുടെ എന്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ? 3 ഡിജിറ്റേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് ആദ്യം തന്നെ എഴുതേക്കാം. സൊല്യൂഷൻ ഈസ് 2.0945. ഇതാരുടെ സൊല്യൂഷനാ? g of x ആണ്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? f of x ന്റെ സൊല്യൂഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Therefore the solution, അല്ലെങ്കിൽ therefore the negative root of x cube minus 2x plus 5 equal to 0 is എന്തായിരിക്കും? ഈ സൊല്യൂഷൻ നെഗറ്റീവ് ആക്കിയാൽ മതി അല്ലേ? -2.0945.
അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കിട്ടിയില്ലേ? കിട്ടി. ഇനി നമുക്കൊരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വീട്ടിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം തരാം. ഫൈൻഡ് എ റൂട്ട് ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0.